പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമാനയാത്ര മുടങ്ങിയതിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. അതിനിടയിൽ പ്രോട്ടോകോൾ വിഭാഗത്തിൽ നിന്ന് വിശദീകരണം തേടുകയാണ് സർക്കാർ. ഇന്ന് കേരള ഹൗസിൽ യോഗം വിളിച്ചേക്കും. ഇന്നലെ ഡൽഹിയിൽ നിന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ യാത്രയാണ് മുടങ്ങിയത്. വിഷ്ണുപ്രസാദാണ് വിവരങ്ങളുമായി. വിഷ്ണു, പ്രതിപക്ഷ നേതാവിന്റെ ആയാലും മുഖ്യമന്ത്രിയുടേതായാലും പ്രധാനപ്പെട്ട യാത്രകളൊക്കെ ഏകോപിപ്പിക്കുന്നത് പ്രോട്ടോകോൾ വിഭാഗമാണല്ലോ. എവിടെ വീഴ്ചയുണ്ടായി എന്നതാണ്, ഏത് നിലയിലുള്ള വിശദീകരണം ചോദിക്കലാണ് ഉണ്ടായത്? ഇന്നത്തെ യോഗത്തിന്റെ സാഹചര്യവും എന്താണ്? രതീഷ്, ഇന്നലെയാണ് പ്രോട്ടോകോൾ വിഭാഗത്തിൽ നിന്ന് ഇത്തരത്തിലൊരു വീഴ്ചയുണ്ടായി എന്ന ആരോപണം ഉയരുന്നത്. അത് പിണറായി വിജയന് ഇന്നലെ 2:50 ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള വിമാനം ഉണ്ടായിരുന്നത്. ഡൽഹിയിൽ ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷമായിരുന്നു പിണറായി വിജയൻ കോഴിക്കോട്ടേക്ക് പോകുന്നതിന് വേണ്ടി 1:30 കേരള ഹൗസിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വിമാനത്താവളത്തിൽ എത്തിയതിന് ശേഷം സാധാരണയായി ഒരു VIP നിലയിലുള്ള ഒരു പരിഗണന എല്ലാ സമയത്തും ലഭിക്കാറുണ്ട്. അതിൽ പ്രധാനമായും ബഗ്ഗി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, എയർപോർട്ടിനകത്തെ മൂവ്മെന്റിന് വേണ്ടി ബഗ്ഗി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിമാന കമ്പനികൾ അനുവദിച്ച് നൽകാറുമുണ്ട്. പക്ഷേ ഇന്നലെ ഇത്തരത്തിലൊരു സഹകരണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിലപാട് വിമാന കമ്പനിയുടെ ഭാഗത്ത് നിന്നോ വിമാനത്താവള അധികൃതരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല എന്നാണ് പ്രോട്ടോകോൾ വിഭാഗം പറയുന്നത്. അതേസമയം പ്രോട്ടോകോൾ വിഭാഗം ഇത് വിമാന കമ്പനിയെ കൃത്യമായി അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല പിണറായി വിജയന്റെ വരവ് എന്നതാണ് മറ്റൊരു വിമർശനമായി തന്നെ ഉയരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇതിനോടകം തന്നെ പ്രോട്ടോകോൾ വിഭാഗത്തിൽ നിന്ന് വിശദീകരണം തേടിയിട്ടുണ്ട്. കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും അതിന് ആ പ്രോട്ടോകോൾ വിഭാഗം മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നത്. അതിനായി ഇന്ന് ഡൽഹി കേരള ഹൗസിൽ വെച്ച് ഒരു യോഗം ചേർന്നേക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം പ്രസിഡന്റ് കമ്മീഷണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല. രതീഷ്.